എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ 10ാമത്തെ മെമ്പറായി ജോയിൻ ചെയ്യാൻ ചാൻസ് ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോ പോകാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിരുന്നു. അതിലൊരു 3 ക്യാരക്ടേഴ്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇതിൽ ചാൻസ് ഉള്ള ഒരു 5-6 ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് അത് ആരൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടെ അമർത്തിയേക്ക്. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് വെക്കാം. എൻ്റെ ലിസ്റ്റിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഏറ്റവും കുറവ് ചാൻസ് കാണുന്ന ഒരു ക്യാരക്ടറാണ് കീസരു. നമുക്കറിയാം എഗ്ഗഡിൽ കീസരു കുറച്ച് നോർമലായിട്ടല്ല പെരുമാറിയത്. കീസരു നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല പ്രവർത്തികളും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും വിശ്വസിക്കുന്നുണ്ട് സ്ട്രോ ഹാറ്റ്സിൽ കീസരു ഭാവിയിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. എന്തായാലും കീസരു സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും എന്തായാലും മെറീൻസിനെ ബെറ്റർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്തത് നമ്മുടെ ബോവ ഹാൻകോക്കാണ്. നമുക്കറിയാം ലൂഫിനോട് ബോവ ഹാൻകോക്കിനുള്ള ഇഷ്ടം എത്രമാത്രമാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കൂടിയാണ് ബോവ ഹാൻകോക്ക്. അതുമാത്രമല്ല ബോവ ഹാൻകോക്കിന് ഇപ്പം തൻ്റെ പദവിയായ 7 വാർലോഡ്സ് എന്നുള്ള പദവിയും നഷ്ടപ്പെട്ടതുകൊണ്ട് തൻ്റെ രാജ്യമായ ആമസോൺ ലില്ലി സംരക്ഷിക്കാൻ ബോവ ഹാൻകോക്കിന് ആരെങ്കിലും സഹായം വേണം. അതിലേറ്റവും നല്ല ഓപ്ഷൻ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ബോവ ഹാൻകോക്ക് സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ കായിഡോൻ്റെ ഡോട്ടറായ യാമട്ടോ ആണ്. നമുക്കറിയാം യാമട്ടോ വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. മാത്രമല്ല ലൂഫിനെ യാമട്ടോ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ലൂഫിയെ സഹായിക്കാൻ വേണ്ടി യാമട്ടോ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് മറ്റൊരു നമ്മുടെ കാറ്റഗറി തന്നെയാണ്. നമുക്കറിയാം കാറ്റഗറി എത്രമാത്രം പവർഫുൾ ആണെന്ന്. അതുമാത്രമല്ല കാറ്റഗറി തൻ്റെ സിബ്ലിങ്സിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. തൻ്റെ സിസ്റ്റർ ഇപ്പം ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിലാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കാറ്റഗറി ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കാറ്റഗറി നമ്മുടെ ലൂഫിയുമായിട്ട് കൈകോർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഭാവിയിൽ. പിന്നെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ചേരാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലിലിത്ത്. ഇപ്പം ബാക്കപ്പ് അങ്ങനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ലിലിത്ത് സ്ട്രോ ഹാറ്റ്സിൽ ചേരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ഉണ്ടാകുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. സ്ട്രോ ഹാറ്റ്സിന് ഭാവിയിൽ നല്ലോണം ഉപകാരപ്പെടുന്നതായിരിക്കും അത്. അടുത്തത് മറ്റൊരു നമ്മുടെ ബോണിയാണ്. നമുക്കറിയാം ബോണിക്ക് ഇപ്പം പോകാൻ പറ്റിയൊരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ട്രോ ഹാറ്റ്സിൻ്റെ കൂടിയാണുള്ളത്. അതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സിൽ ഒരു മെമ്പറായി മാറാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്യാരക്ടർ കൂടിയാണ് ബോണി. അടുത്ത 2 ക്യാരക്ടേഴ്സ്, ഒന്ന് ഏറ്റവും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നൊരു ക്യാരക്ടറും ഒന്ന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് സ്ട്രോ ഹാറ്റ്സിൽ ചേരാൻ. അപ്പോൾ നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അടുത്തത് മറ്റൊരുവല്ല നമ്മുടെ ബോൺചാനാണ്. നമുക്കറിയാം നമ്മുടെ ലൂഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ബോൺചാൻ ഇമ്പൽ ടൗണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ലൂഫിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യം ഒരു എനിമി ആയിരുന്നു. എന്നിട്ട് നമ്മുടെ ലൂഫിനെ ഇമ്പൽ ടൗൺ കണ്ടപ്പോൾ അവർ ലാസ്റ്റ് ഷെയർ ചെയ്ത ആ ഫ്രണ്ട്ഷിപ്പ് ഓർത്ത് വെച്ച് ലൂഫിനെ എത്രമാത്രം സഹായിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സ്ട്രോ ഹാറ്റ്സ് ചേരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസേർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ബോൺചാൻ തന്നെയാണ്. അടുത്തതായി ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ വിവി. ഏറ്റവും കൂടുതൽ ചാൻസ് വിവിക്ക് തന്നെയാണ്. നമുക്കറിയാം വിവി ഏകദേശം സ്ട്രോ ഹാറ്റ്സിലെ മെമ്പർ പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവർ റീയൂണൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും സ്ട്രോ ഹാറ്റ്സ് ചേരാൻ നല്ല ചാൻസ് ഉണ്ട്. വിവിക്ക് അപ്പം തന്നെ ചേരണമെന്നുണ്ടായിരുന്നു നമ്മുടെ ആലിബ സ്റ്റാർക്കിൽ. പക്ഷേ അന്നേരം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അവസരം കിട്ടി എന്തായാലും സ്ട്രോ ഹാറ്റ്സ് ചേരുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ട് ബെല്ലൈക്കൺ കൂടി നമുക്ക് തേക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്ന. ബൈ ബൈ.